ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വെച്ച് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഒത്തിരി ദിവസം കൂടിയാണ് രാവിലെ വെളിയിലോട്ടൊന്ന് ഇറങ്ങാൻ സമയം കിട്ടുന്നത്. അപ്പം ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് നോക്കുകയൊക്കെയാണ്. അപ്പോൾ എൻ്റെ പുത്രനെ ഞാൻ വിളിച്ചെണീപ്പിച്ച് ട്യൂഷന് പോകാൻ സമയമാകുന്നു. അപ്പോൾ അവൻ എന്നെ വന്ന് പേടിപ്പിക്കാനായിട്ട് വന്നു എൻ്റെ പുറകെ കൂടെ. പക്ഷേ ഞാൻ പേടിച്ചില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പേടിച്ചതേ ഉള്ളൂ. അപ്പം കണ്ണൻ വന്ന് പച്ചക്കറിയുടെ കാര്യം ഇതെന്നെ വാടി നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന തക്കാളിയൊക്കെ അതിനിപ്പോൾ പറിച്ച് കളയിൽ ഉടനർക്കോളം തോന്നും, അതുപോലെ അങ്ങ് വാടുന്നുണ്ട്. അപ്പോൾ അവൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് പറയായിരുന്നു. അവൻ എന്നെയൊക്കെ പൊക്കം വെച്ചു, അമ്മ ചെറുതായി എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും നടക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടോ കാലിനെ, മടക്കാതെ നടന്ന് ഇതായതിൻ്റെ എന്ന് തോന്നും. അപ്പോൾ ഞങ്ങൾ കോവലിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ തല മുട്ടത്തില്ല, കണ്ണം കുനിഞ്ഞു വേണം പോകാനായിട്ട്. അതിന് അവൻ എന്നോട് പറയാം, പൊക്കമില്ലാത്ത അമ്മയെ കൊണ്ട് ഞാൻ എങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ള പൊക്കം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ അപ്പൻ്റെ മാതിരി തോട്ടുകളെ പൊക്കം വന്നിന് ഞാൻ എന്നെ ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ പോയി റെഡി ആക്കിക്കോ, സമയം പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ചുക്കിലിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ, അത് ഏതാണ്ട് അവൻ്റെ മേത്ത് മുട്ടിയും തോന്നും. അവനത് ഊത്തൊക്കെ കളയുന്നു. പിന്നെ നമ്മുടെ കുക്കുംബറിൻ്റെ ഒക്കെ അടുത്തോട്ട് ഞാനൊന്ന് വന്ന് അതൊന്ന് നോക്കാനായിട്ടെ. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കായൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ അതൊന്നും കണ്ടൊന്നുമില്ല, ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. എന്നാന്നറിയത്തില്ല, എൻ്റെ ശ്രദ്ധക്കുറവുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പം രാവിലത്തെ വെളിയിലത്തെ പച്ചക്കറിയുടെ എല്ലാം ഒന്ന് ഓടിച്ചെല്ലാം നോക്കി. ഞാനിവിടെ കഴിഞ്ഞ ദിവസം ചീരയുടെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഇട്ടത് എല്ലാം ഒന്ന് നോക്കുവാണ്. അതൊക്കെ കിളുത്തു. ഇനി ഇച്ചിരി ഒന്ന് എണ്ണയിലും ചാണകപ്പൊടിയോ എണ്ണയിലൊക്കെ നിച്ചിട്ട് കൊടുത്താൽ ഇതാവും. പിന്നെ നമ്മുടെ ചീരവീലും ഒക്കെ ഉള്ള ചീരയൊക്കെ വളർന്നൊക്കെ ഇതാകുന്നുണ്ട് കേട്ടോ. കപ്പയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പം ഇത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ തക്കാളി അപ്പടി അങ്ങ് വാടി നിൽക്കുകയാണ്. നേരത്തെ രാവിലെ നല്ലപോലെ നിൽക്കുമായിരുന്നു കേട്ടോ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കായിരുന്നു വാടുന്നത്. അപ്പോൾ അതിലുണ്ടായി കിടക്കുന്ന തക്കാളിക്കായ്ക്ക് ഒരു വാട്ടമൊക്കെ ഉണ്ട്. അന്നേരം ഓർത്ത് ഇനിയിപ്പോൾ ഇത് ഇനി അങ്ങ് മുറിച്ച് കളയുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നത്. 2 ദിവസം കൂടെ ഒക്കെ നോക്കിയിട്ട് കൊള്ളത്തിലെങ്കിൽ കളയാമെന്ന് ഓർക്കുന്നു. അപ്പോൾ കണ്ണൻ റെഡി ചെയ്യാനൊക്കെ തുടങ്ങി. ഇനി ഞാനും അകത്തോട്ട് പതിയെ കയറുവാണ് രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാവിലെ കടുങ്കാപ്പിയൊക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ വെള്ളോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളോട്ടെല്ലാം ഇറങ്ങിയെല്ലാം നോക്കി ചെന്ന് കയറാമല്ലോ എന്ന് ഓർത്തുണ്ട്. ഇനിയിപ്പോൾ അകത്തോട്ട് ഞാൻ കയറാനായിട്ട് തുടങ്ങുകയാണ്. കാപ്പിയൊക്കെ ഉണ്ടാക്കണം. കണ്ണന് 7:30 ആകുമ്പോഴത്തേക്ക് ട്യൂഷന് പോകണം. അതിന് മുമ്പ് അവന് കഴിക്കാനുള്ളതൊക്കെ കൊടുക്കണം. ഇനി അടുക്കളയിലോട്ട് കയറി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. രാവിലെ കട്ടൻ കാപ്പി എടുക്കുവാണ്. പിന്നെ കണ്ണന് കഴിക്കാനുള്ള പുട്ട്, കണ്ണന് ട്യൂഷന് പോകാനായിട്ട് സമയമായി. അപ്പോൾ കണ്ണനെ പുട്ടുണ്ടാക്കി വെച്ച് കണ്ണന് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഇച്ചിരി ബീട്രൂട്ടും ഒരു കുഞ്ഞി ക്യാരറ്റുണ്ട്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ ക്യാരറ്റ് പുട്ടൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഒന്നും പച്ചക്കറി ഒന്നും കൊടുത്ത് ഇവർ കഴിക്കുകയില്ല. അപ്പം ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. അപ്പം അതിനുവേണ്ടി അവർക്ക് കണ്ണം വരുമ്പോഴേ ഈ ബീട്രൂട്ട് പുട്ടൊക്കെ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് അവന് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. കഴിച്ചാൽ പോയിട്ട് ഇപ്പോൾ സാധാ പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പുട്ടിൻ്റെ പൊടി ഞാൻ നനയ്ക്കാറില്ല, ചോറിട്ട് പൊടിച്ചാണ് എടുക്കുന്നതെന്ന്. എനിക്കതാ എളുപ്പം കേട്ടോ. എനിക്ക് ഇന്ന് നനച്ചെടുക്കാണ്ട് വലിയ വശമില്ല, നല്ലപോലെ ഇതായിട്ട് കിട്ടും, നനഞ്ഞ് കിട്ടും ചോറിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക്. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് കാണിച്ചു തരാം എങ്ങനെ പുട്ടുണ്ടാക്കുന്നതിന്. ഇതിനാവി വന്ന് ഞാൻ അവന് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ. കുളിച്ചൊക്കെ വന്നെന്ന് തോന്നുന്നു. ഇതിനകത്തോട്ട് ഞാൻ അരിപ്പൊടിയും ഉപ്പും കൂടാണ് ചേർത്തേക്കുന്നത്. ഇതുണ്ട്, അരിപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടതാണ് ഞാൻ. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇത് കണ്ടോ, നല്ല പോലെ നനഞ്ഞ് കിട്ടി. ഇത് കണ്ടോ, നല്ല പോലെ നനഞ്ഞാണ് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട പോലെ പിടിക്കുമ്പോഴാണ് കറക്റ്റ് നനവ്. ഞാൻ ഈ മുറിച്ച് മാറ്റി വെച്ചേക്കുന്ന കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ, മറ്റേ പുട്ടിൻ്റെ വീടി ആദ്യം പൊടി നനയ്ക്കുന്നിടത്തേക്ക്. ഇത്രയേ ഉള്ളന്നേ, ക്യാരറ്റും ബീട്രൂട്ടും ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുട്ടുണ്ടാക്കുന്നത്. എന്നാൽ ഇച്ചിരി ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഇട്ട് പുട്ടുണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യം ക്യാരറ്റ് ഇട്ട് പൊടിച്ച് നമുക്ക് എടുക്കാവേ. ഇച്ചിരി ക്യാരറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഇത് എങ്ങനെ പൊടിയും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ഒത്തിരി ക്യാരറ്റ് ഉള്ളപ്പം ക്യാരറ്റ് തന്നെ പൊടിച്ചതിന് ശേഷമാണ്
അരിപ്പൊടി ഇടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇച്ചിരി പൊടിയും കൂടി ഇടാം. ഇതിൻ്റെ ചോട്ടി പോലും പറ്റാനുള്ള ക്യാരറ്റില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇത് കണ്ടോ, കുറച്ചേ ഉള്ളൂ. അവിടെ അതിനകത്തൊരു ശകലം ചോറും കൂടി ഇട്ടൊന്ന് നനയ്ക്കുകയാണേ, അല്ലാതെ നനവ് വരത്തില്ല. നല്ലപോലെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചോറിടണ്ട കേട്ടോ, ചോറിടാതെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ബീട്രൂട്ടിൻ്റെയും പൊടിച്ചെടുത്തേ. ഇനി നമ്മുടെ ബീട്രൂട്ടിൻ്റെയും പോട്ടെ, ക്യാരറ്റിൻ്റെ പൊടിച്ചെടുത്തു. ഇനി നമ്മുടെ ബീട്രൂട്ടും കൂടെ പൊടിച്ചെടുക്കണം. അതുപോലെ നല്ല കടും കളറുള്ളതൊക്കെ അവസാനമേ പൊടിച്ചെടുക്കാവുള്ളേ, അല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്നറിയാവോ, ഇത് മൊത്തം ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒക്കെ നമ്മൾ ആദ്യം പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു കളർ ഇതിന് മൊത്തം വരും. ഇതുണ്ട്, ബീട്രൂട്ട് കൂടുതൽ വന്നപ്പം നനവ് കൂടി. ഇതുപോലെയാണ് ക്യാരറ്റും, അത് കുറവായതുകൊണ്ട് ക്യാരറ്റ് നല്ലപോലെ ഉണ്ടെങ്കിൽ ശകലം പോലും ചോറ് ചേർക്കാതെ നമുക്കിത് പൊടിച്ചെടുക്കാം. പക്ഷേ ഇത് ഇപ്പം നനവ് നല്ലപോലെ കൂടിയുണ്ട്. ഇതിനകത്ത് ഇച്ചിരി കൂടെ അരിപ്പൊടി ഇട്ട് വേണം പൊടിക്കാനായിട്ട്, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. 3 ഇത് പൊടിച്ചെടുത്ത് കേട്ടോ. ബീട്രൂട്ട്, എപ്പോഴൊക്കെ തെറ്റിപ്പോകുന്നേ, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നമ്മുടെ സാധാ അരിപ്പൊട്ട്. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റാക്കാവേ. സ്പൂണൊക്കെ ഇട്ട് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ കൈ കൊണ്ടൊക്കെ വാരിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇപ്പം എന്നാന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു കളറിനകത്തൊക്കെ ഇട്ട് വാരുന്നല്ലേ, അന്നേരം ഓരോന്നും ഓരോ കളർ ആകണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തത്. അല്ലാതെ ചുമ്മാ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് കൂട്ടുണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ കൈ കൊണ്ടൊക്കെ വാരിയിട്ട് ഉണ്ടാക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കുന്നതല്ലേ. ആദ്യം ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, ഈ ബീട്രൂട്ടിന് ചിലപ്പോൾ കളറ് താഴോട്ടെങ്ങാനും ഇറങ്ങിയാൽ, അങ്ങനെ വന്നിട്ടില്ല, എന്നാലും നമുക്ക്, ഞാൻ ഇതിപ്പോൾ ഒരു അളവായിട്ടൊന്നും അല്ല കേട്ടോ ഇടുന്നത്, ചുമ്മാ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ബീട്രൂട്ടിൻ്റെതിനായിരിക്കും ഒത്തിരി ഇതായിട്ടുള്ളത്, കളർ കൂടുതലായിട്ടുള്ളത്, അല്ല ചിലപ്പോൾ അരിപ്പൊട്ടായിരിക്കും. 3 വെറൈറ്റി കളർ എന്നുള്ള രീതിക്ക് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതെടുക്കുമ്പോൾ അറിയാം. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇത്ര സ്പൂണൊന്നും ആണെന്ന്, ഇപ്പം 3 സ്പൂണ് വെള്ള അരിയുടെ പൊടി, ബീട്രൂട്ടിൻ്റെ പൊടി 3 സ്പൂണ്, പിന്നെ ക്യാരറ്റിൻ്റെ പൊടി 3 സ്പൂണ്, അങ്ങനെ ഒരു അളവായിട്ട് നമ്മൾ ഇടാനുണ്ടല്ലോ, സെയിം അളവിൽ നമുക്കത് കിട്ടുവേ. ഞാൻ അങ്ങനെയൊന്നും ഇടുന്നൊന്നുമില്ല, ചുമ്മാ അങ്ങ് ഇടുന്നതേ ഉള്ളൂ. കാര്യം ബീട്രൂട്ടൊക്കെ ഇച്ചിരി ഉള്ളൂ, ബീട്രൂട്ടല്ല ക്യാരറ്റിൻ്റെ പൊടി ഇച്ചിരി ഉള്ളേ, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. അച്ചുവിന് കൊടുക്കുമ്പോൾ കണ്ണനും വേണമെന്ന് പറയും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരാൾക്ക് തന്നെയായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് 2 പേർ കൂടെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പുട്ട് ആവി വരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നേ മെഴുകുരുക്കിൻ്റെ. അത് നമ്മുടെ കാലൊക്കെ വിണ്ട് കീറുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ. കാലൊക്കെ വിണ്ട് കീറുന്നതിനും അത് പുരട്ടിയാൽ നമ്മുടെ ആ വിണ്ട് കീർച്ചയെല്ലാം മാറി കാല് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതിനും നല്ലതാണ്. നമ്മുടെ പുട്ട് വേണ്ടേ, പൊടിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കേട്ടോ, നോക്കാം നമുക്ക്. കുഴപ്പമില്ല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അളന്നിടാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ കണ്ട, ബീട്രൂട്ടിൻ്റെ കളർ കുറച്ചല്ലേ ഉള്ളൂ, അരിപ്പൊടി കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്പൂണിന് അളവായിട്ടിടാമെങ്കിൽ കറക്റ്റായിട്ട് വരും.
ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. ക്യാരറ്റിൻ്റെ കുറച്ചേ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടുമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേച്ച് ആദ്യത്തെ ഇച്ചിരി ഈ തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇത് വിട്ട് വിട്ട് പോകുന്നത് കേട്ടോ. അല്ലാതെ പിന്നെ നല്ല സോഫ്റ്റാണ്, നല്ല പോലെ പഞ്ഞി പോലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തൊടുന്നതേ പൊടിഞ്ഞു പോകും. ഇനി ബാക്കി അതിനോർത്ത് ഇനി ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ബീട്രൂട്ടിൻ്റെ പൊടി ഇരിപ്പുള്ളൂ, ബീട്രൂട്ടും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടെ ആയിട്ട് മാത്രം. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇത് ക്യാരറ്റും ബീട്രൂട്ടും മാത്രമായിട്ടുള്ള പുട്ടാണ്, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പഴവും പഞ്ചസാരയും പുട്ടും, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അനീതിയൊക്കെ ഇന്നലെ വീട്ടിൽ പോയിട്ട് വന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് വന്നപ്പം അവിടുന്ന് ചക്ക കൊണ്ടുവന്നു. അവരുടെ ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ചക്ക കൊണ്ടുവന്നു, അന്നേരം പകുതി ഇങ്ങോട്ട് വന്നു. അപ്പം അത് വേവിക്കാനായിട്ട് ഇത് ഒന്ന് നല്ലപോലെ വിളഞ്ഞതും ഒന്ന് ഇച്ചിരി വിളവ് കുറഞ്ഞതുമായിരുന്നേ. പക്ഷെ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞെടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഒന്ന് വേവിക്കാൻ വെക്കണം. പിന്നെ നമ്മുടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, മീൻ കറി വെക്കണം. പിന്നെ ഒരു മെഴുക്ക് വരട്ടി കൂടെ വെക്കണമെന്നുണ്ട്, സമയമുണ്ട് ചെയ്യും കേട്ടോ. രാവിലെ അങ്ങ് മടി പിടിച്ചിരിക്കുവാന്ന് തന്നെ അതെനിക്കറിയില്ല, ഭയങ്കര മടിയാവും. എന്നാൽ എനിക്കൊരു ചൂടിൻ്റെ ഒക്കെയും കൂടെ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു രസമില്ല നീ. പിന്നെ ഇതെല്ലാം ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിലോട്ടൊന്ന് വെക്കട്ടെ. ഇത് വേവിച്ചേച്ച് മീൻ കറി വെക്കാനായിട്ട് ഇനി അതെല്ലാം ഒന്ന് പീസാക്കി എടുക്കണം. അല്ലാതെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ഒന്ന് പീസാക്കി എടുക്കട്ടെ. അപ്പം ചക്ക വേവിക്കാം നമുക്ക്. കുറച്ച് ഉപ്പും ഇച്ചിരി വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഒക്കെ ഒന്ന് കൊച്ചു കുക്കറിൽ കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് എടുത്തില്ല, ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ വെക്കാം. കുഞ്ഞു കുക്കറിൽ കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു. ഞാൻ എപ്പോഴും കൂടുതലും ഈ കുഞ്ഞി കുക്കറാണ് എടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട്. പക്ഷെ അത് ചക്ക ഇച്ചിരി കൂടുതലുണ്ടെന്ന് വിചാരിച്ചത്, ഇച്ചിരിയേ ഉള്ളൂ. ഇച്ചിരി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ ഉണക്ക സമയത്തുണ്ടല്ലോ ചക്കയ്ക്കകത്ത് വെള്ളമില്ല, അന്നേരം അത് വേഗത്തില്ല. നമ്മൾ ഒരു ഇതായിട്ട് വെച്ചാൽ മഴ സമയത്ത് അതേസമയം കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇച്ചിരിയേ ഉള്ളൂ, ഒരു തുള്ളിയേ കാണുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വേവിച്ച് അത്രയും പോലും കാണുമെന്ന് തോന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഇച്ചിരിയേ ഉള്ളൂ. എന്നുള്ളതൊന്ന് വേകട്ടെ. നമ്മുടെ സാധാ മീൻകറിയാണ് വെക്കുന്നത്, സാധാരണ മീൻകറി, എപ്പോഴും നമ്മൾ വെക്കാറുള്ള മീൻകറി. മറ്റേത് ഞാൻ എന്നും ഉലുവപ്പൊടി ചേർക്കാം. കടുകിട്ടതിന് ശേഷം നേരത്തെ എപ്പോഴും ഞാൻ വെളുത്തുള്ളി അല്ലായിരുന്നു, ഇന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മുളക് ഇടാം. ഇവിടെ ഇവർക്ക് എരിവ് ഒരുപാട് ഇഷ്ടമല്ല. മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. ചിലർ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം. കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി, പിന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുക. ഇതിലേക്കൊരു ശകലം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ ചേർക്കാം.
ആ വരുന്നു വരുന്നു. ചക്കയൊക്കെ വേവിച്ചു കേട്ടോ. ഇച്ചിരിയേ ഉള്ളന്നേ. ഇത് കണ്ടോ, ഇതേ ഉള്ളൂ, ശകലമേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ. പിന്നെ നമ്മുടെ മീൻകറി സെറ്റായേ. ഇത് ഇത്രയും മതി. മീൻകറിയും മീൻ വറുത്തതും ചക്ക വേവിച്ചും മതിയല്ലോ. ഇഷ്ടംപോലെ കറികളായി. ചക്ക വേവിച്ചതിന് മീൻകറി ഉണ്ട്, പിന്നെ വേറെ ഒന്നും വേണ്ട. ഇനി മീൻ വറുക്കുകയും കൂടെ ചെയ്താൽ മതി. മീൻ വറുത്തെടുത്തായിരുന്നോ? ചോറ് വിളമ്പട്ടെ. അപ്പം ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണേ. ഇനി നമുക്ക് വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി കാണാം. ഇവിടെ മുഴുവനും ഇത് കണ്ടോ, ഇതുപോലെ പൊടിയാണേ. ഇവിടെ നിന്ന് മരം വെട്ടിയപ്പോഴത്തേക്ക് അത് വാളുകൊണ്ട് അറുത്തപ്പോഴത്തേക്ക് പൊടി മൊത്തം ഒഴിഞ്ഞത്. മൊത്തം അതിന് തൂത്ത് വൃത്തിയാക്കട്ടെ. മാവേല പൂവൊക്കെ കണ്ടോ, മൊത്തവും പൊഴിഞ്ഞ് വേണ്ടേ. ഇതും പൊഴിഞ്ഞു പോവും, മൊത്തം എല്ലാം പൊഴിഞ്ഞു പോവുക. എന്നാടാ, മാങ്ങ കിടപ്പുണ്ട്, പൊക്കോണം. കണ്ണിമാങ്ങ പോലും ഇല്ല. പൂവാടാ മൊത്തം പൊഴിഞ്ഞു വീഴുന്നേ. ഇതിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് ഒരു മാങ്ങ ഇതായിരുന്നു. അന്ന് ഒരുവിധം ഇച്ചിരി വലുതായതായിരുന്നു. അത് പിന്നെ കണ്ടില്ല. കാല് വയ്യാതെ ഞാൻ തൂക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മകൻ തൂത്ത് തരുക. കണ്ടോ, ഇവൻ എന്നാ ജോലി ചെയ്താലും അതിനൊരു താളമുണ്ട് കേട്ടോ. തൂക്കുന്നതിൻ്റെ ഒരു താളം കണ്ടോ. അതാ മാവിൻ്റെ ഉരുളിട്ടിടാമെങ്കിൽ അതിന് ഇതായിരുന്നു അല്ലേടാ. അതാണ് പിന്നെ ചെടിച്ചട്ടിയുടെ ഒക്കെ അപ്പുറത്തും ഒക്കെ ഉണ്ടടാ. ഞങ്ങളിവിടെ എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കട്ടെ. ഞങ്ങൾ മിറ്റം എല്ലാം തൂത്ത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസം ജോമ ചോദിച്ചില്ലായിരുന്നോ ഇഞ്ചിയൊക്കെ കിളുത്ത് തുടങ്ങിയെന്ന്. കേട്ടോ, ഒരു മുളപ്പൊക്കെ വന്ന് കേട്ടോ. ഇനി എവരുടെ കൊണ്ടൊന്ന് നോക്കണം. ഇനി നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, അവരെന്നെ കാണുന്നുള്ളൂ. ഇത് കണ്ടോ, എല്ലാം അങ്ങ് വാടുക കേട്ടോ. ഇതെന്നാന്ന് അറിയത്തില്ല. എല്ലാം പറിച്ച് ദൂരെ കളയാൻ തോന്നി ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇത് കണ്ടോ, മൊത്തം വാടി നിൽക്കുക. ഈ തക്കാളി ഇനി ശരിയാവും തോന്നുന്നില്ല. ഇത് പറിച്ച് കളയുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. സൂര്യൻ അസ്തമിക്കാറാകുന്നു കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.